പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹാദ് ഖുദ്ദൂസായുടെ നാമത്തിൽ എന്നേക്കും ആമേൻ. കഷ്ടതയിൽ പ്രശംസിക്കുന്ന ദൈവകൃപ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 30-ാം വാക്യം ഇപ്രകാരത്തിൽ പറയുന്നു: പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കുന്നു. കഷ്ടതയിൽ പ്രശംസിക്കുന്ന ദൈവകൃപ. തൻ്റെ വിശ്വാസ ജീവിതത്തിൽ, തൻ്റെ ദൗത്യപാതയിൽ തന്നോടുകൂടെ ഏറ്റവും ചേർന്ന് നിന്നതും പ്രാർത്ഥനകളാലും പ്രതീക്ഷകളാലും തന്നെ സഹായിച്ചതുമായിട്ടുള്ള ഒരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. മാത്രമല്ല, തൻ്റെ ആശയങ്ങളാലും സുവിശേഷത്താലും ഏറെ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു വന്ന സഭയും കൊരിന്ത്യ സഭയായിരുന്നു. അപ്രകാരത്തിൽ തന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്ന സഭയ്ക്ക് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നൽകുന്നതായിട്ടുള്ള ഒരു വലിയ സന്ദേശം: കഷ്ടതയിൽ പ്രശംസിക്കുന്ന ദൈവകൃപ. തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിനായി താൻ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രയാസങ്ങളെയും ത്യാഗങ്ങളെയും കുറിച്ച് ഓർമ്മിപ്പിക്കുവാനായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഈ വേദഭാഗത്തിൽ ശ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് 3 ചിന്തകളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് ഭോഷനാകുന്ന ദൈവകൃപ. രണ്ടാമത്തേത് കഷ്ടം സഹിക്കുന്ന ദൈവകൃപ. മൂന്നാമത്തേത് ആത്മഭാരത്തിൻ്റെ ദൈവകൃപ. ഭോഷനാകുന്ന ദൈവകൃപ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിൽ ജ്ഞാനികളുടെ ജ്ഞാനത്തെ ലജ്ജിപ്പിക്കുവാനായിട്ട് ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്നും ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ എന്നും വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. തന്നെ ഭോഷനായി എണ്ണുകയും ദൈവത്തിൻ്റെ വലിയ കൃപ തങ്ങളിലുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദരവിൻ്റെയും അധികാരത്തിൻ്റെയും കൊടുമുടിയിൽ സുഖലോലുതകൾക്കിടയിൽ നിന്നതായിട്ടുള്ള പൗലോസ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ശൗൽ, തൻ്റെ ദമസ്കോസിലെ യാത്രയ്ക്ക് ഇടയിൽ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും താഴ്വരകളെ കണ്ടെത്തിയതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനെ ഒരു ഭോഷത്വമായിട്ട് മറ്റുള്ളവർ പലരും കരുതുമ്പോൾ പൗലോസ് അതിനെ കാണുന്നത് അത് വലിയൊരു നിയോഗമായിട്ടാണ്. ചില ഭോഷത്വങ്ങളിൽ, ചില ത്യാഗങ്ങളിൽ, സഹനങ്ങളിൽ ദൈവിക നിയോഗങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള നിയോഗങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കഷ്ടങ്ങളെ സഹിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭോഷത്വങ്ങൾ പലതും ദൈവിക കൃപയായിട്ട് മാറുവാനായിട്ട് ഇടയായി തീരും. അതെ, ഭോഷനാകുന്ന ദൈവ കൃപ. രണ്ടാമതായിട്ട് കഷ്ടം സഹിക്കുന്ന ദൈവകൃപ. വാക്യം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ദൗത്യ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള ഏറെ കഷ്ടതകളെയും വേദനകളെയും ത്യാഗങ്ങളെയും കുറിച്ചുള്ള വലിയൊരു പട്ടിക പൗലോസ് വരച്ചു കാണിക്കുന്നുണ്ട്. ഏറെ വേദനകൾ അനുഭവിച്ചു, ഏറെ അടികൾ സ്വീകരിച്ചു, കപ്പൽ ഛേദനം സംഭവിച്ചു എന്നൊക്കെയും തൻ്റെ വിശ്വാസികൾക്ക് അദ്ദേഹം എഴുതുമ്പോൾ, കൊരിന്തിലെ സഭയ്ക്ക് അദ്ദേഹം എഴുതുമ്പോൾ ഈ ത്യാഗങ്ങളെയൊക്കെയും അതിജീവിക്കുവാനുള്ള വലിയ നിർദ്ദേശങ്ങൾ കൂടെ അദ്ദേഹം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതികഠിനമായ അമിതമായ വേദനകളും കഷ്ടങ്ങളും അനുഭവിക്കുകയും അസാധാരണമായ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോഴൊക്കെയും അദ്ദേഹത്തെ സഹായിക്കുന്നത് ദൈവകൃപയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചു പോരുന്നത്. തീവ്രമായി ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് കഷ്ടതയിലൂടെയും ത്യാഗത്തിലൂടെയും കടന്നു പോകാതെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാനായിട്ട് മറ്റൊരു വഴിയുമില്ല എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് എല്ലാവർക്കും ക്രിസ്തുവിനെ അന്വേഷിക്കുവാനായിട്ട് ഉള്ള ഒരു ചിന്തയും ആഗ്രഹവും കടന്നു വരുമ്പോൾ കഷ്ടങ്ങളെ
എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെയും അപ്രകാരത്തിൽ തന്നെയാണ്. എൻ്റെ കഷ്ടങ്ങളെ നീക്കിക്കളയണമേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ നീക്കിക്കളയണമേ എന്നാണ്. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. കഷ്ടതയില്ലാതെ ക്രിസ്തീയ ജീവിതത്തെ കണ്ടെത്തുവാനായിട്ട്, ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് നമുക്കാർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നു, കഷ്ടങ്ങൾ സഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിലേക്ക് എത്തണമെങ്കിൽ ആ കഷ്ടതയിലൂടെ തന്നെ കടന്നു പോകണം. അങ്ങനെ നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവികമായിട്ടുള്ള കൃപ നമ്മെ സഹായിക്കും, നമ്മളെ സംരക്ഷിക്കും എന്നുള്ള ഒരു ബോധ്യം കൂടെ നമുക്ക് ഉണ്ടാകണം എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായി, ആത്മഭാരത്തിന്റെ ദൈവ കൃപ. തൻ്റെ ശരീരത്തിലും തൻ്റെ മനസ്സിനും ഏർപ്പെടുന്നതായിട്ടുള്ള വേദനകൾക്ക് നടുവിലും പൗലോസിന്റെ ചിന്ത തൻ്റെ ചുറ്റുമുള്ള സർവ്വ സഭകൾക്കും വേണ്ടിയുള്ളതായിരുന്നു. അവൻ്റെ ആത്മഭാരം അത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് എങ്ങനെ ക്രിസ്തുവിനെ നൽകുവാനായിട്ട് സാധിക്കും, അവരുടെ വളർച്ച എങ്ങനെയാണ് എന്നുള്ളതായിട്ടുള്ള ആത്മഭാരം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്രകാരത്തിലുള്ള ആത്മഭാരങ്ങൾ ആവശ്യമാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം. അപ്പോഴാണ് ദൈവികമായുള്ള കൃപ നമ്മുടെ മേലിൽ കടന്നു വരികയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. പൗലോസ് പറയുന്നു, എല്ലാ കഷ്ടങ്ങളും എല്ലാ വേദനകളും മറക്കുവാനായിട്ട് തനിക്ക് സാധിക്കുവാനായിട്ട് സാധിച്ചത് ഇപ്രകാരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള വലിയ ചിന്തയാണ്. അവിടെ തനിക്ക് കൈവരുന്ന ദൈവിക കൃപയെക്കുറിച്ച് ഓർത്തപ്പോഴാണ്. ആയതിനാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായത് ഇപ്രകാരത്തിൽ കഷ്ടം സഹിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ആത്മഭാരത്താൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ആത്മീയ ആചാര്യന്മാരും പുരോഹിതന്മാരും സുവിശേഷം പ്രസംഗിക്കുന്നതായിട്ടുള്ള ആത്മായരുമാണ്. അങ്ങനെയുള്ളവർ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നെങ്കിൽ മാത്രമേ ഈ സഭയുടെ നിലനിൽപ്പിന് അത് സാധ്യമായി തീരുകയുള്ളൂ, ക്രിസ്ത്യാനികളുടെ കൂട്ടായ്മയ്ക്ക് സാധ്യമായിട്ട് തീരുകയുള്ളൂ. അതുകൊണ്ട് അവിടെയും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആത്മഭാരപ്പെടുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കഷ്ടം സഹിക്കുമ്പോൾ ദൈവിക കൃപ നമ്മിലും അനുഭവമായിട്ട് തീരും. മറ്റുള്ളവർക്ക് അത് നന്മയുടെ അനുഭവമായിട്ട് തീരും. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ സഹായിക്കുന്ന വിധങ്ങളെ നമ്മൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പൗലോസിനെ പോലെ ദൈവം എല്ലാ കഷ്ടങ്ങളിലും തന്നോടുകൂടെ ചേർന്നിരുന്നുവെന്നും ഈ സഭയോടുകൂടെ ചേർന്നിരുന്നുവെന്നും നമുക്കും ഒരുപോലെ പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കഷ്ടങ്ങൾ വരുമ്പോൾ, നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, വേദനകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓർക്കുക, ഇതിലൊക്കെയും ദൈവിക കൃപ നമ്മുടെ മേലുണ്ട് എന്നുള്ള വലിയ സത്യത്തെ. പൗലോസിനെ പോലെ ആ ദൈവിക കൃപയെ കഷ്ടതയിലും ഞാൻ പ്രശംസിക്കുന്നു എന്ന് ഉറച്ച് പറയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആയതിന് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.